പ്രൈസ് ദി ലോർഡ്. Praise the Lord. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ ദൈവദാസന്മാരോടുകൂടെ ദൈവജനത്തോടുകൂടെ ആയിരിക്കാൻ ഞങ്ങൾക്ക് വീണ്ടും ഒരു സമയം ലഭിച്ചിരിക്കുന്നത് ഓർത്ത് കർത്താവിനെ നന്ദി പറയുക. परमेश्वर के दासों दासियों के साथ में, परमेश्वर के बच्चों के साथ में एक और आशीषित समय मिलने के लिए मैं परमेश्वर को धन्यवाद देता हूँ। ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ്. पिछले दिनों में हम प्रार्थना के बारे में सीखते आ रहे थे। എന്താണ് പ്രാർത്ഥനയെന്ന് നമ്മൾ കേട്ടു, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കേട്ടു, എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് നമ്മൾ പഠിച്ചു. प्रार्थना क्या है, प्रार्थना कैसे करनी है, कैसे नहीं करनी है, इनके बारे में हमने सुना। നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിലാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. प्रभु ने हमें जो प्रार्थना सिखाई है उसी प्रार्थना पर इन दिनों में हम ध्यान दे रहे हैं। കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, നാം പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നാം വിളിക്കേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന. प्रभु ने हमें सिखाया कि जब हम प्रार्थना करना शुरू करते हैं तो हम इस तरह से पुकारे, हे हमारे पिता तू जो स्वर्ग में है। നമ്മുടെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പിതാവ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സഹായിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. और हमने इस बात को सुना कि हमारी आवाज को सुनने की इच्छा रखने वाला, हमारी जरूरतों को सुनकर उसके अनुसार काम करने की सामर्थ्य रखने वाला हमारा एक पिता स्वर्ग में है। ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ എന്റെ പിതാവേ, എന്റെ അപ്പ എന്ന് വിളിക്കുവാനുള്ള ശ്രേഷ്ഠമേറിയ ഭാഗ്യം ക്രിസ്തുവേശുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുക. दुनिया के बाकी सब लोग जब हे ईश्वर, हे परमेश्वर कहकर पुकारते हैं, पर मुझे और आपको प्रभु यीशु के माध्यम से परमेश्वर को हे मेरे पिता या हे हमारे पिता कहने का सौभाग्य मिला। പരിശുദ്ധ പിതാവിന്റെ സ്വഭാവ ശ്രേഷ്ഠതകളെ കുറിച്ച് കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ നമ്മൾ പഠിക്കുവാനിടയായി. और पवित्र पिता के स्वभाव के बारे में, उसके गुणों के बारे में पिछले 2-3 हफ्तों में हमने सुना। അവിടുന്ന് സ്നേഹിക്കുന്നവനായ പിതാവാണ്, അതേസമയം ഹീസ് എ ഹോളി ഗോഡ് and at the same time he is the sovereign ruler. We could understand all these things in the past days. वह प्रेमी परमेश्वर है, वह पवित्र पिता है, और उसके साथ साथ पिछले दिनों में हमने ये सीखा कि वो सर्वोच्च शासक भी है। ഇന്നത്തെ രാത്രികാലം നമ്മൾ നോക്കുവാൻ പോകുന്നത് അടുത്ത ഭാഗത്തേക്കാണ്, അതായത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. आज हम उसके अगले हिस्से की ओर आ रहे हैं, यानी मत्ती का सुसमाचार 6ठा अध्याय उसके 9वें वचन का दूसरा हिस्सा, उसकी ओर हम आएंगे। അവിടെ എഴുതിയിരിക്കുന്നു, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, hallowed be thy name. 9 के आखिरी हिस्से में लिखा है, तेरा नाम पवित्र माना जाए। പ്രാർത്ഥന തുടങ്ങുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. प्रार्थना की शुरुआत इस तरह से होती है कि हे हमारे पिता तू जो स्वर्ग में है, तेरा नाम पवित्र माना जाए। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് പ്രാർത്ഥിക്കേണ്ടത്? मुझे सुनने वाले भाइयों, हमें दिन में कितनी बार प्रार्थना करनी चाहिए? ലോകത്തിലുള്ള ഏത് മതങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവർ നിഷ്കർഷിച്ചിരിക്കുന്ന ചില സമയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുണ്ട്. दुनिया के किसी भी धर्म को अगर आप देखें तो आप देख सकते हैं कि उन्होंने कुछ समय दुआ के लिए निर्धारित कर रखे हैं। കഴിഞ്ഞ കാലങ്ങളിൽ പഴയ പാരമ്പര്യങ്ങളിൽ നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നമ്മളും ആ ചട്ടങ്ങളിൽ നമ്മളിൽ പലരും പിന്തുടർന്നവരാണ്. हम जब अपनी पुरानी परंपराओं में थे, मसीह में आने से पहले हम भी उन रिवाजों को, रीतियों को मानते थे। എന്നാൽ ദൈവമക്കളായി നാം തീർന്നപ്പോൾ, ഈ വിശ്വാസത്തിലേക്ക് നാം കടന്നു വന്നപ്പോൾ, നമ്മുടെ മാനദണ്ഡം ദൈവത്തിന്റെ തിരുവചനം എന്തു പറയുന്നു അതുപോലെ ആയിരിക്കണം. लेकिन परमेश्वर में आने के बाद, परमेश्वर पर विश्वास करने के बाद हमारा मापदंड परमेश्वर का वचन है कि वचन क्या बताता है। ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളോട് പറഞ്ഞു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. लुका 18 के 1 में हमारा प्रभु हमसे कहता है कि बिना थके हुए लगातार हमें प्रार्थना करते रहना है। നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എപ്പോഴും മുഴങ്കാലിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ കൈകൂപ്പിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണോ? जब हर समय प्रार्थना के बारे में कहा गया तो क्या इसका मतलब ये है कि क्या हर समय हम घुटनों पर बैठे रहे या हाथ जोड़कर हम हर समय प्रार्थना में लगे रहें?
നാം ആദ്യമായിട്ട് കേൾക്കുകയാണ് എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു വലിയ ഭാരമായിട്ട് തോന്നാറുണ്ടോ? तो पहली बार जब हम सुनते हैं कि हर समय प्रार्थना करना है, तो क्या वो हमें एक बड़े बोझ जैसा लगता है? ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മളോട് ആരോടെങ്കിലും ഒരാൾ പറയാന്ന് പറഞ്ഞു എപ്പോഴും നിങ്ങൾ ശ്വാസം എടുക്കണം, എപ്പോഴും ബ്രീത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോവാറുണ്ടോ? मान लीजिए कोई आपसे ये कहता है कि हमें हर समय सांस लेते रहना है, सांस खींचते रहना है, तो क्या ये सुन के हमें कभी झटका लगता है? ഒരിക്കലുമില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ആ ആക്ടിവിറ്റി നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതാണ് നമ്മുടെ ജീവന്റെ തന്നെ ആധാരം. हम बिल्कुल भी इस बात से चौंकते नहीं है, क्योंकि हम जानते हैं कि हमारी जानकारी के बिना भी, जाने अनजाने, ये जो प्रक्रिया है सांस लेने की, वो अपने आप हमारी जिंदगी में चलती रहती है, और हमारे जिंदा रहने का आधार भी वही है। ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതം നിലനിൽക്കണമെങ്കിൽ നാം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. बिल्कुल इसी तरह अगर हम अपनी आत्मिक जिंदगी को बनाए रखना चाहते हैं, तो हमारी प्रार्थना हर समय चलती रहनी चाहिए। അതിന്റെ അർത്ഥം എപ്പോഴും മുമ്പേ പറഞ്ഞതുപോലെ മുഴങ്കാലിൽ ഇരിക്കണമെന്നുള്ളതല്ല. വി മസ്റ്റ് ബി ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഫിയർ, സ്പിരിറ്റ് ഓഫ് പ്രയർ ഓൾ ദ ടൈം. तो इसका मतलब ये नहीं है जैसे पहले बताया कि हम हर समय घुटनों पर बैठे रहें, बल्कि इसका अर्थ ये है कि हम हर समय आत्मा में और प्रार्थना के मन में, विचार में, हम उसमें बने रहें। നമ്മുടെ വായ് തുറന്നില്ലെങ്കിലും ശരി, നമ്മുടെ ചുണ്ടുകൾ അനങ്ങിയില്ലെങ്കിലും ശരി, നമുക്ക് അകത്തു നിന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാൻ എപ്പോഴും കഴിയും. चाहे हमारा मुंह ना खुले, चाहे हमारे शब्द न सुनाई दे, पर हम अपने अंदर अंदर आत्मा में हर समय प्रार्थना करते रह सकते हैं। കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, അവിടുന്ന് നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് അറിയുന്നുവെന്ന്. प्रभु का वचन बताता है कि वो हमारे दिल के विचारों को दूर ही से जानता है। അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നാം കർത്താവിനെ സ്തുതിക്കുന്നത്, കർത്താവിനെ ആരാധിക്കുന്നത്, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് അവിടെ നിന്ന് അറിയുന്നു, അവിടെ നിന്ന് കേൾക്കുന്നു എന്നുള്ളത് ദൈവവചനത്തിൽ നിന്നും വ്യക്തമാണ്. तो यानी परमेश्वर के वचन से ये बात साफ है कि हम जो अपने दिल में परमेश्वर से प्रार्थना करते हैं, उसकी स्तुति, उसकी आराधना करते हैं, तो उसे वो परमेश्वर सुनता है, देखता है। വളരെ ശ്രദ്ധയോടെ ദൈവമക്കളെ ഇന്നത്തെ രാത്രി ഞാൻ പറയുന്നത് കേൾക്കണമേ. परमेश्वर के जनों, आज जो मैं कह रहा हूँ, बड़े ध्यान से उसे सुनिएगा। കഴിഞ്ഞ കാലങ്ങളിൽ അനവധി തവണ അനവധി വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പ്രാർത്ഥനയുടെ ഫലം കാണുവാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. बीते हुए दिनों में हमने बहुत बार बहुत विषयों के लिए प्रार्थना की होगी, लेकिन अक्सर जैसा हम चाहते हैं वैसा फल हमें देखने को नहीं मिला। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ പലയിടത്തും ആപ്ലിക്കേഷൻസ് അയക്കാറുണ്ട്. ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാറുണ്ട്, എന്തെങ്കിലും പെർമിഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മറുപടി കിട്ടാതെ വന്നാൽ അതിനൊരു കാരണമുണ്ട്. हम अपनी जिंदगी में, भौतिक जिंदगी में, अलग अलग तरह की एप्लीकेशंस लगाते हैं। हम नौकरी के लिए एप्लीकेशन लगाते हैं, या किसी चीज की इजाजत के लिए हम एप्लीकेशन लगाते हैं। बच्चों के मामले में हम उनके एडमिशन के लिए एप्लीकेशन लगाते हैं। लेकिन अगर उसमें से किसी एप्लीकेशन का प्रार्थना पत्र का जवाब नहीं मिलता है, तो उसके पीछे एक कारण होता है। അതിന് കാരണം പലതാണ്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങളെന്ന് പറഞ്ഞാൽ, ആപ്ലിക്കേഷൻ അയക്കേണ്ട സമയത്ത് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾക്ക്, ആ കണ്ടീഷൻസ് കീഴ്പ്പെട്ട് എഴുതേണ്ട കാര്യങ്ങളെല്ലാം എഴുതണം, കോളങ്ങളൊന്നും വിട്ടുകഴിയരുത്, താഴെ ഒപ്പിടേണ്ടിടത്ത് ഒപ്പിടണം. ഇങ്ങനെ ഈ നിബന്ധനകൾ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ അവിടെ ആപ്ലിക്കേഷൻ കിട്ടുന്ന സമയം തന്നെ അത് റിജക്റ്റഡ് ആയിപ്പോകും. उसके कई कारण हो सकते हैं, लेकिन मुख्य कारण ये है कि जब वो प्रार्थना पत्र या फिर वो जो एप्लीकेशन फॉर्म हम भरते हैं, उसमें कुछ शर्तें होती हैं, उन शर्तों को पूरा करना जरूरी है। कोई हिस्सा, कोई कॉलम खाली नहीं रहना चाहिए। उसके अनुसार अगर हम उस फॉर्म को नहीं भरते हैं, तो वो अस्वीकृत हो जाता है। പ്രാർത്ഥന എന്ന് പറയുന്നത് ആപ്ലിക്കേഷനാണ്. प्रार्थना का मतलब एक एप्लीकेशन है, ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ചില നിബന്ധനകൾക്ക് കീഴ്പ്പെട്ടതായിരിക്കണം പ്രാർത്ഥന. और प्रार्थना कुछ शर्तों पर आधारित होनी चाहिए। നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രമാണത്തിന് വിരുദ്ധമായി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞുവോ അപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം ലഭിക്കുവാൻ തക്കോണം ഇടയില്ല. अगर हम परमेश्वर की शर्तों को तोड़ते हुए प्रार्थना कर रहे हैं, अगर हम वचन के खिलाफ प्रार्थना कर रहे हैं, या प्रभु ने प्रार्थना करने का जो तरीका बताया है उसके अनुसार अगर हम नहीं कर रहे हैं, तो हमारी प्रार्थनाओं का उत्तर नहीं मिलेगा।
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ മധ്യത്തിൽ അനേക ദൈവദാസന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇന്നത്തെ രാത്രികാലം ഈ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് ആവശ്യമില്ലാത്ത ഒരൊറ്റ വ്യക്തി പോലും ഇന്ന് ഞാൻ ഉൾപ്പെടെ എന്നെ കേൾക്കുന്നവരായിട്ടില്ല. मुझे सुनने वाले आप में परमेश्वर के दास लोग हैं, कई दासियां हैं, परमेश्वर के बच्चे हैं, और मैं ये कहना चाहता हूं कि आज मेरे समेत हमारे बीच में ऐसा कोई भी नहीं है जिसको प्रार्थना की जरूरत ना हो। ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഒരു കൂട്ടം നമ്മുടെ മധ്യത്തിലുണ്ട്. इसे सुनते समय ही ऐसा एक झुंड हमारे बीच में है जो अलग अलग विषयों के लिए प्रार्थना परमेश्वर से करता आ रहा है। ഒരു പക്ഷേ നാളത്തെ ദിവസം അല്ലെങ്കിൽ ഭാവിയിലുള്ള ദിവസങ്ങളിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ ജാഗരിക്കേണ്ടതായിട്ടുണ്ട്. हो सकता है कल के लिए या आने वाले भविष्य के मामलों में कुछ विषयों के सामने, परमेश्वर के सामने हमें जागने की जरूरत हो। ഇന്നത്തെ രാത്രികാലം 100% ഉറപ്പോടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുകയാണ്, കർത്താവ് പറഞ്ഞിരിക്കുന്ന ക്രമപ്രകാരം, നിബന്ധന പ്രകാരം, പ്രമാണപ്രകാരം നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ 100% അതിന്റെ ഉത്തരം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. और आज मैं वचन के आधार पर प्रभु यीशु मसीह पर 100% भरोसे के आधार पर ये कहना चाहता हूँ, अगर हम प्रभु की शर्तों के आधार पर उसने जो बताया उस तरीके के अनुसार हम प्रार्थना करते हैं तो हमारी प्रार्थना का 100% उत्तर मिलेगा। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം അതിശ്രദ്ധയോടെ നാം കരുതേണ്ടിയിരിക്കുന്നു. तो इसलिए इन दिनों में हम जो वचन को सुन रहे हैं उसे बहुत ध्यान से हमें अपने दिल में रखना है। കർത്താവ് ഇവിടെ പഠിപ്പിച്ച പ്രാർത്ഥനയിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് 6 പെറ്റീഷൻസ്, there are 6 petitions in the Lord's prayer. प्रभु ने यहाँ जो प्रार्थना बताई है उसमें अगर हम देखें तो उस प्रभु की प्रार्थना में 6 तरह की विनतियां हैं। അതില് ആദ്യത്തെ 3 പെറ്റീഷൻ എന്ന് പറയുന്നത് കൺസേണിംഗ് ഗോഡ്. और उसमें से पहली शुरुआती 3 विनतियां परमेश्वर से जुड़ी हैं। അടുത്ത 3 വിഷയങ്ങൾ അല്ലെങ്കിൽ അടുത്ത 3 പെറ്റീഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളാണ്. अगली 3 बातें, अगली 3 विनतियां वो हमारी जरूरतें हैं। ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ആദ്യത്തെ 3 കാര്യങ്ങൾ അവിടെ പറയുന്നു, അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. आप यहाँ देखिए, पहली 3 विनतियां, तेरा नाम पवित्र माना जाए, तेरा राज्य आए और तेरी इच्छा जैसे स्वर्ग में पूरी होती है वैसे पृथ्वी पर भी हो। അടുത്ത 3 എണ്ണം എന്ന് പറയുന്നത്, അടുത്ത 3 പെറ്റീഷൻ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. और अगली 3 विनतियां जो हमसे जुड़ी हैं वो है, हमारी दिन भर की रोटी आज हमें दे, और जिस प्रकार हमने अपने अपराधियों को क्षमा किया है वैसे ही तू भी हमारे अपराधों को क्षमा कर, और तीसरा, हमें परीक्षा में न ला परंतु बुराई से बचा। ആദ്യത്തെ 3 കാര്യങ്ങളെ കുറിച്ച് കേട്ടത് ഇറ്റ് ഈസ് കൺസേണിംഗ് ഗോഡ്. शुरुआती 3 बातें जो हमने सुनी वो परमेश्वर के बारे में है। അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ആദ്യത്തെ പകുതി എന്ന് പറയുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം. यानी हमारी प्रार्थना का शुरुआती आधा हिस्सा वो परमेश्वर की महिमा के लिए होना चाहिए। നമ്മൾ കേട്ടല്ലോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. हमने सुना कि हे हमारे पिता तू जो स्वर्ग में है, तेरा नाम पवित्र माना जाए। നമ്മൾ അങ്ങനെയാണോ ഈ നാളുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ടുള്ളത്, ഇന്ന് പ്രാർത്ഥിക്കുന്നത്? क्या बीते दिनों में हमने ऐसी ही प्रार्थना की? क्या आज हम इसी तरह प्रार्थना करते हैं? നമ്മൾ എത്ര പേര് മുഴങ്കാലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്? ആദ്യത്തെ നമ്മുടെ വിഷയങ്ങളെല്ലാം കർത്താവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണമേ എന്ന് നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? അതോ നാം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളാണോ ആദ്യം പറയുക? हम में से कितने लोग घुटनों पर बैठकर सबसे पहले ये परमेश्वर से प्रार्थना करते हैं कि हमारी सारी बातों में, हमारे सारे विषयों में प्रभु तेरा नाम महिमा पाए, या क्या हम परमेश्वर के सामने बैठते ही पहले अपनी जरूरतें बताना शुरू कर देते हैं? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതിന്റെ ആരംഭത്തിൽ നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. मेरे भाइयों, आज शुरुआत में हम बहुत ही एक महत्वपूर्ण बात को सीखने जा रहे हैं। കർത്താവേ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ആവശ്യങ്ങൾ പറയാതെ പറയുകയാണ്, കർത്താവേ അങ്ങയുടെ നാമത്തെ എപ്പോഴും അങ്ങ് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണമേ.
जब मैं ये कहता हूँ, परमेश्वर से प्रार्थना करता हूँ कि प्रभु तेरा नाम पवित्र माना जाए, तो मैं बिना कहे ये कह रहा हूँ, मेरी प्रार्थनाओं को, मेरे विषयों को बोले बिना मैं ये कह रहा हूँ कि प्रभु हर बात में तेरा नाम पवित्र माना जाए। മനുഷ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ സ്വാർത്ഥനാണ്. മാൻ ഈസ് സെൽഫ് സെന്റേഡ്. अगर हम इंसान को देखें तो इंसान स्वार्थी होता है, स्व केंद्रित होता है। മനുഷ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കുടുംബത്തിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, സഭയിലായിക്കൊള്ളട്ടെ, മനുഷ്യൻ സ്വന്തം താല്പര്യങ്ങൾക്കാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുക. चाहे परिवार को देखें, चाहे समाज को या कलीसिया को देखें, इंसान सबसे पहले खुद की बातों पर ध्यान देता, उनको प्राथमिकता देता है। ഇവിടെ പ്രാർത്ഥനയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യമേ നമ്മുടെ സ്വാർത്ഥത മാറ്റണമെന്നുള്ളതാണ്. यहाँ प्रार्थना में हमें ये सिखाया गया है कि सबसे पहले हम अपने स्वार्थ को दूर करें। ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ എന്നെ നോക്കാതെ ഞാൻ കർത്താവിനെ ആദ്യം നോക്കണം. അതുപോലെ തന്നെ എന്നെ നോക്കാതെ ഞാൻ മറ്റുള്ളവരെ ആദ്യം നോക്കണം. जब मैं प्रभु की उपस्थिति में आता हूँ तो सबसे पहले खुद पर ध्यान दिए बिना मुझे प्रभु की ओर देखना है, उसी तरह खुद पर ध्यान दिए बिना मुझे दूसरों के बारे में सोचना है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം സകലത്തിലും നമ്മുടെ ജീവിതത്തിൽ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ നാം ദൈവത്തിന് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കണം. मेरे भाइयों, हमारी निजी जिंदगी हो या सार्वजनिक जिंदगी हो, हमें परमेश्वर को महत्व देना है, पहला स्थान देना है। ദൈവത്തിന്റെ വചനം ആരംഭിക്കുന്നത് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ, ഇൻ ദ ബിഗിനിങ് ഗോഡ്. हम उत्पत्ति पहले अध्याय में हम देखते हैं बाइबल की वचन की, जहां से शुरुआत होती है, वहां लिखा है पहला वचन कि आदि में परमेश्वर ने आकाश और पृथ्वी की सृष्टि की, यानी आदि में, ഇൻ ദ ബിഗിനിങ് ഗോഡ്. ദൈവം ഒന്നാമതാകണം എല്ലായിടത്തും. आदि में परमेश्वर, यानी सबसे पहला स्थान हर बात में परमेश्वर को मिलना चाहिए। സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ ആദമിനെ ദൈവം സൃഷ്ടിക്കുന്നത് കാണുന്നുണ്ട്. 17-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ അറിയാം, മണ്ണിലെ പൊടിയിൽ നിന്ന് കർത്താവ് ആദമിനെ സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ ഭാവനയിൽ ഒന്ന് കണ്ടു നോക്കിക്കേ, അതുവരെ ഒരു മനുഷ്യനെയും കാണുന്നില്ല. ആദമിനെ ദൈവം ഉണ്ടാക്കി. ആദമിന്റെ മൂക്കിലേക്ക് ശ്വാസം ഊതിക്കഴിഞ്ഞ് ആദം കണ്ണു തുറക്കുമ്പോൾ ആരെയാണ് ആദ്യം കാണുന്നത്? उत्पत्ति के दूसरे अध्याय में 17वें वचन को जब हम पढ़ते हैं, हम देखते हैं कि परमेश्वर आदम की सृष्टि करता है। आप अपनी कल्पना में एक बार सोच कर देखिए, उससे पहले कोई इंसान नहीं था। परमेश्वर मिट्टी से इंसान का पुतला बनाता है, अपने जीवन की सांस को उसके नथनों में फूंकता है, और आदम जब सबसे पहले अपनी आंखें खोलता है तो उसे कौन नजर आता है? ആദം ആദ്യമായി കണ്ടത് ദൈവത്തിന്റെ മുഖമാണ്. आदम सबसे पहले परमेश्वर का चेहरा देखता है। ഹവ്വ ആദ്യമായിട്ട് കണ്ടത് ആരെയാ? हवा ने सबसे पहले किसको देखा? 2-ാം അധ്യായത്തിൽ തന്നെ താഴേക്ക് വായിച്ചു വരുമ്പോൾ 21-22 വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ആദം ഉറങ്ങിക്കിടന്നപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്തിട്ട് ദൈവം സ്ത്രീയെ ഉണ്ടാക്കിയതിനു ശേഷം അടുത്ത വാക്യം പറഞ്ഞു, അവളെ ആദമന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു എന്നാ വായിക്കുന്നത്. उसी दूसरे अध्याय के आगे के वचनों में 21-22 वचन की ओर जब हम आते हैं तो हम देखते हैं कि परमेश्वर ने आदम को गहरी नींद में सुला दिया, उसकी पसलियों में से एक निकाल कर उसने हव्वा को बनाया, और आगे हम पढ़ते हैं कि हव्वा को बनाने के बाद वो हव्वा को आदम के पास लाया। അപ്പോൾ ഹവ്വയെ ആദമിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ നാം ഇങ്ങനെ ചിന്തിക്കണം, ഹവ്വയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഹവ്വ കണ്ണു തുറന്നപ്പോൾ ആരെയാണ് ആദ്യം കണ്ടത്? അവളും കണ്ടത് ദൈവത്തെയാണ് ആദ്യം കണ്ടത്. जब वहां पर लिखा है कि वो हव्वा को बनाकर उसे आदम के सामने लाया, तो हमें इस तरह से सोचना चाहिए कि जब आदम, परमेश्वर ने हव्वा को बनाया तो उसने सबसे पहले जब आंखें खोली तो हव्वा ने भी सबसे पहले परमेश्वर को ही देखा। ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ആദം ആദ്യം ദൈവത്തെ കണ്ടു. ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ ഹവ്വ ആദ്യം ദൈവത്തെ കണ്ടു. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ലോകത്തിലെ ഏത് ബന്ധങ്ങളുടെ മധ്യത്തിലും ഏതെങ്കിലും ഒരു ബന്ധത്തിനാണ് നമ്മൾ ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ആ ബന്ധം ദൈവസന്നിധിയിൽ അധികം കാലം ദൈവഹിതപ്രകാരം നിൽക്കുവാൻ സാധ്യതയില്ല. आदम की सृष्टि करने पर आदम ने सबसे पहले परमेश्वर को देखा, हव्वा की सृष्टि करने पर हव्वा ने सबसे पहले परमेश्वर को देखा। ये हमें क्या सिखाता है कि इस दुनिया के हमारे रिश्तों में अगर हम किसी भी रिश्ते को परमेश्वर के साथ हमारे रिश्ते से अधिक महत्व देते हैं तो वो ज्यादा समय तक नहीं चलने वाला।
ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്കൊന്ന് നോക്കിക്കേ. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതോ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതോ ദൈവത്തെക്കാൾ അധികമാണ് അവരുടെ സ്നേഹം പരസ്പരമെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവഹിതപ്രകാരമുള്ള ഒരു കുടുംബം പണിയുവാൻ തക്കവണ്ണം അവർക്ക് കഴിയത്തില്ല. पति पत्नी के आपसी रिश्तों को देखें, अगर उनका आपसी प्रेम परमेश्वर के प्रति उनके प्रेम से भी बढ़कर है, तो आप मेरी बात को ध्यान से सुनिएगा कि एक अच्छा पारिवारिक रिश्ता, एक परिवार को वो नहीं बना सकते हैं। ഒരു കുടുംബത്തിന്റെ മധ്യത്തിൽ നാം കർത്താവിനാദ്യം പ്രാധാന്യം കൊടുക്കണം. അപ്പനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം, അമ്മയെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം, ഭാര്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം, മക്കളെ സ്നേഹിക്കുന്നതിനേക്കാളും, ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരണം. एक परिवार के रिश्तों के बीच में हमें परमेश्वर को मुख्य स्थान देना है। पिता के प्रति प्रेम से बढ़कर, पति के प्रति प्रेम से बढ़कर, पत्नी के प्रति, बच्चों के प्रति प्रेम से बढ़कर हमें परमेश्वर से प्रेम करना है। എന്റെ ഭാര്യയ്ക്ക് വേദനിക്കുമോ, എന്റെ ഭർത്താവിന് വേദനിക്കുമോ, എന്റെ അപ്പനും അമ്മയ്ക്കും വേദനിക്കുമോ, കുഞ്ഞുങ്ങൾക്ക് വേദനിക്കുമോ എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഞാൻ ഓരോ നിമിഷവും ചിന്തിക്കേണ്ടത് എന്റെ വാക്കുകൾ, എന്റെ പ്രവൃത്തികൾ, എന്റെ ചിന്തകൾ, ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും എന്റെ ദൈവത്തിന് വേദനിക്കുമോ എന്നാദ്യം ചിന്തിക്കണം. मेरी सोच से, मेरे बोलने से, मेरे कामों से, मेरे किसी व्यवहार से क्या मेरे पिता को, मेरे पति को, मेरी पत्नी को, मेरी माँ को, मेरे बच्चों को कोई बुरा लग रहा है, चोट पहुंच रही है? ये सोचने से पहले हमें ये सोचना चाहिए क्या इनमें से किसी भी बात के कारण परमेश्वर को चोट पहुंच रही है। ഞാനൊരു ഉദാഹരണം പറയട്ടെ. ശരീരത്തിന്റെ തലയെന്ന്, നമ്മുടെ ശരീരത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ തലയാണ്. मैं एक उदाहरण अगर आपको बताऊं, हमारे शरीर का जो मुख्य अंग है वो हमारा सिर है। മനുഷ്യന്റെ തലയെന്ന് പറയുന്നത് ക്രിസ്തുവാണെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. कुरिन्थियों की पत्री में हम पढ़ते हैं कि मनुष्य का सिर मसीह है। യേശു ക്രിസ്തുവിന്റെ തല ദൈവമാണെന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. और वहां हम ये भी पढ़ते हैं कि मसीह का सिर परमेश्वर है। ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എന്റെ തലയ്ക്കകത്ത് അല്ലെങ്കിൽ എന്റെ ബ്രെയിൻ അല്ലെങ്കിൽ എന്റെ തലയ്ക്ക് എന്തെങ്കിലും ഞാൻ അൺസൗണ്ട് ആകുകയാണെങ്കിൽ, ലുനാറ്റിക് ആകുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമനില തെറ്റിപ്പോവുകയാണെങ്കിൽ ഈ തലയ്ക്ക് ഈ ശരീരത്തെ സൂക്ഷിക്കാൻ കഴിയുമോ? आप बताइए मुझे कि मेरे दिमाग में अगर मुझे कुछ पागलपन होता है, कुछ गड़बड़ी होती है या दिमागी संतुलन में खो बैठता हूं, तो क्या मेरा ये सिर मेरे शरीर को संभाल सकता है? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ ജീവിക്കുന്നത് തലയില്ലാത്ത ഒരു വ്യക്തിയെ പോലായിരിക്കും. इसका मतलब उस समय मेरी हालत ये होगी कि मैं एक ऐसे व्यक्ति की तरह जीऊंगा जिसका सिर ही नहीं है। അങ്ങനെയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, തലയിരിക്കേണ്ടിടത്ത് തലയില്ല എങ്കിൽ ഒരു ശരീരത്തിന് പറ്റുന്ന അത് തന്നെയായിരിക്കും സമനില തെറ്റിയ ഒരു വ്യക്തിയുടെ ജീവിതം. ആ വ്യക്തി നഗ്നനായിട്ട് നടക്കും, സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കും, തീക്കകത്തൊക്കെ എടുത്തിയാടും, വെള്ളത്തിൽ നിന്ന് എടുത്തിയാടും. കാരണം തലയില്ലാത്ത, തലയുമായിട്ടുള്ള നിയന്ത്രണത്തിലല്ലാത്ത ഒരു ശരീരത്തിന്റെ അവസ്ഥ അതാണ്. एक व्यक्ति जो बिना सिर के जीता है, बिल्कुल उसी तरह से उस व्यक्ति की हालत होती है जो दिमागी संतुलन खो बैठता है। वो बिना कपड़ों के नंगा घूम सकता है, आग में कूद सकता है, कोई भी अपने शरीर को नुकसान पहुंचा सकता है, क्योंकि उसका दिमागी संतुलन सही नहीं है। ദൈവം മനുഷ്യന് തലയായിട്ട് ക്രിസ്തുവിനെ വെച്ചിരിക്കുന്നു, കുടുംബത്തിന് തലയായിട്ട് ക്രിസ്തുവിനെ വെച്ചിരിക്കുന്നു. ആ തലയുടെ ഭാഗത്ത് ക്രിസ്തു ഇല്ല എങ്കിൽ സമനില തെറ്റിയവരെ പോലെ കുടുംബങ്ങളായി തീരും. परमेश्वर ने मनुष्य के सिर के रूप में मसीह को रखा है, परिवार के सिर के रूप में मसीह को रखा है। अगर सिर अपनी जगह पर नहीं है तो हमारी हालत बिल्कुल उस व्यक्ति की तरह होगी जिसका दिमागी संतुलन खो जाता है। അനേക കുടുംബങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതല്ലേ കാര്യം. കുടുംബമെല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ സന്തോഷമില്ല, സമാധാനമില്ല, ജീവിതത്തിൽ നിരാശ മാത്രമാണ്. ഹല്ലേലൂയ. നിലയില്ലാത്തവരെ പോലെ, ആശ്രയമില്ലാത്തവരെ പോലെ, അനാഥരെ പോലെ മനുഷ്യരാകുന്നതിന്റെ കാരണം തലയിരിക്കേണ്ടിടത്ത്, ദൈവം ഇരിക്കേണ്ടിടത്ത് അവർ ദൈവത്തെ വെക്കുന്നില്ല എന്നുള്ളതാണ്. कुछ परिवारों को देख करके आपको बिल्कुल यही बात सच नहीं लगती है कि परिवार टूटते हुए, बिखरते जा रहे हैं, लोगों के अंदर, व्यक्तियों के अंदर शांति नहीं है, कोई चैन नहीं है, अनाथों की तरह जिंदगी बिता रहे हैं, जिंदगी में कोई आशा नहीं है, कोई उम्मीद नहीं है। क्यों? क्योंकि उन्होंने सिर को वो जगह नहीं दी जहां पे सिर रहना चाहिए। കർത്താവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തി താൻ സംസാരിക്കുന്നത് എന്താണെന്ന് ബോധ്യമുള്ളയാളാണ്. കർത്താവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തി ഭാര്യയോട് പറയുന്ന കാര്യങ്ങളിൽ നിയന്ത്രണമുണ്ട്, ഭാര്യ ഭർത്താവിനോട് പറയുന്ന കാര്യങ്ങളിൽ നിയന്ത്രണമുണ്ട്. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഭവനത്തിന്റെ മധ്യത്തിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എല്ലാം പ്രമാണപ്രകാരമായിരിക്കും. എല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും.
प्रभु से डरने वाला व्यक्ति जो कुछ भी बोलता है वो सोच के बोलता है। अपनी पत्नी से कुछ बोलता है तो वो सोच के बोलता है। जो प्रभु से डरने वाला व्यक्ति होता है उसकी जिंदगी में वचन मुख्य स्थान होता है। वो प्रभु की इच्छा के अनुसार, वचन के अनुसार ही व्यवहार करता है, बोलता है। എന്റെ ഭാര്യ കാണുമെന്നുള്ള പേടിയല്ല, എന്റെ ഭർത്താവ് കാണുമെന്നുള്ള പേടിയല്ല, എന്റെ അപ്പനും അമ്മയും കാണുമെന്നുള്ള പേടിയല്ല. എന്നെ നയിക്കേണ്ടത്, എന്നെ നടത്തേണ്ടത് എന്റെ ദൈവം ഇത് കാണുന്നു, എന്റെ ദൈവം ഇത് അറിയുന്നു എന്നുള്ള ഭയമാണ്. मेरी जिंदगी में ये डर हावी नहीं होना चाहिए कि मेरे पिता देख लेंगे, मेरी माँ देख लेगी, मेरा पति देख लेगा या मेरी पत्नी देख लेगी, बल्कि ये डर हमारी जिंदगी में हमेशा रहना चाहिए कि मेरा परमेश्वर इस बात को देख रहा है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നാമനാകണം. അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിന്റെ ഈ ആഗ്രഹം ഈ ഭൂമിയിലുള്ള സകലത്തെക്കാൾ അധികം, എന്റെ വ്യക്തിപരമായ വിഷയങ്ങളെക്കാൾ അധികം, കർത്താവെ എന്റെ ജീവിതത്തിലൂടെ, എന്റെ സാഹചര്യങ്ങളിലൂടെ ഇന്നത്തെ ദിവസം അങ്ങയുടെ നാമത്തെ അങ്ങ് എപ്പോഴും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണമേ. तो यानी परमेश्वर का नाम, उसका स्थान हमारी जिंदगी में मुख्य होना चाहिए, उसको हमें पहला स्थान देना। जब हम ये दुआ करते हैं कि परमेश्वर तेरा नाम पवित्र माना जाए, तो मेरे निजी विषयों से बढ़कर, मेरे माहौल से बढ़कर, मेरी परिस्थितियों से बढ़कर प्रभु हर एक बात में आज के दिन इस समय पे तेरा नाम ऊंचा होने पाए, तेरी महिमा होने पाए। 73 സങ്കീർത്തനത്തിൽ സാം 73, 73 സങ്കീർത്തനത്തിന്റെ 25 വാക്യത്തിൽ വേഴ്സ് 25 ആസാഫ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. भजन संहिता 73 के 25 में आसाफ एक प्रार्थना करता है। അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുള്ളൂ, ഭൂമിയിലും അങ്ങയല്ലാതെ ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല. वहां वो कहता है, स्वर्ग में मेरा और कौन है, तेरे संग रहते हुए मैं पृथ्वी पर और कुछ नहीं चाहता। ഒരു ആത്മീയ മനുഷ്യൻ കടന്നു വരുന്ന നിലയാണത്. ഒരു ആത്മീയ മനുഷ്യൻ എത്തുന്ന നിലയാണ്. ഹല്ലേലൂയ. അവിടെ എത്തിയത് ശേഷം പറയുകയാണ്, സ്വർഗത്തിൽ എനിക്ക് അവിടുന്നല്ലാതെ ആരുമില്ല, ഈ ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. एक आत्मिक मनुष्य के पहुंचने का स्तर है वो, उस समय उस स्तर तक पहुंचा हुआ एक आत्मिक व्यक्ति ये कहता है कि स्वर्ग में भी तेरे अलावा मेरा और कोई नहीं है, और इस धरती पर भी मैं तेरे अलावा और किसी को नहीं चाहता। ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഈ ഭൂമിയിലുള്ള എന്തിന്റെയെങ്കിലും പിന്നിൽ നിങ്ങളൊന്ന് ഓടി നോക്കിക്കേ, അത് കിട്ടിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് സ്വസ്ഥതയില്ല. मेरे भाइयों, एक बात मैं आपसे पूछूं, इस दुनिया की किसी भी चीज के पीछे आप भाग कर देखें, वो मिलने के बाद भी आपको चैन नहीं मिलता। വീട് കിട്ടുവാൻ വേണ്ടി ആഗ്രഹിച്ച് അധ്വാനിച്ച് വീടിന്റെ പിന്നാലെ ഓടുന്ന വ്യക്തി വീട് കിട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിനുള്ളിൽ സ്വസ്ഥതയോടുകൂടിയാണോ ജീവിക്കുന്നത്? घर बनाने की इच्छा रखने वाला व्यक्ति घर बनाने के लिए भागदौड़ करता है, मेहनत करता है, और कड़ी मेहनत के बाद में घर बना लेता है, तो क्या उस घर के अंदर वो शांति से रह पाता है? വിവാഹം കഴിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തി, ആൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തി വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥതയിലും സന്തോഷത്തിലുമാണോ ജീവിക്കുന്നത്? शादी करने की इच्छा रखने वाला लड़का या लड़की जब लड़के या लड़की की खोज में रहते हैं, उनकी शादी होने के बाद में क्या वो चैन से जिंदगी बिता पाते हैं? ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് ഭാരപ്പെട്ട് അനേകയിടത്ത് ഇന്റർവ്യൂവിനൊക്കെ പോയി അവസാനം ഒരു നല്ല ജോലി കിട്ടിക്കഴിഞ്ഞു. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? नौकरी करने की बड़ी इच्छा है, बड़े बोझ के साथ में अलग अलग जगहों पर जाकर इंटरव्यू देते हैं, बड़ी भागदौड़ करते हैं, नौकरी मिल जाती है, क्या आपको लगता है उसके बाद सब कुछ ठीक हो जाएगा, चैन मिल जाएगा? ഈ ലോകത്തിലുള്ള വലിയ ധനവാന്മാരെ നോക്കിക്കേ, സെലിബ്രിറ്റീസിനെ നോക്കിക്കേ, ഫിലിം സ്റ്റാർസിനെ നോക്കിക്കേ, അറിയപ്പെടുന്ന സ്റ്റേറ്റ്സ്മെനെ നോക്കിക്കേ, പൊളിറ്റീഷ്യൻസിനെ നോക്കിക്കേ, അവരിൽ എത്ര പേർക്ക് സ്വസ്ഥതയുണ്ട് സഹോദരങ്ങളെ? इस दुनिया के बड़े बड़े धनवानों को आप देखें, फिल्मी सितारों को देखें, राजनेताओं को देखें, बड़े बड़े सेलिब्रिटीज को देखें, लोकप्रिय लोगों को देखें, उनमें से कितनों के अंदर शांति है? ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാധുക്കളും പാവപ്പെട്ടവരും സ്ട്രീറ്റിൽ കിടക്കുന്നവരുടെയും ഇടയിൽ നിന്നല്ല, വലിയ വലിയ ധനവാന്മാരുടെയും സെലിബ്രിറ്റികളുടെയും ലോകം അറിയപ്പെടുന്നവരുടെയും മധ്യത്തിൽ നിന്നാണ്. सबसे ज्यादा आत्महत्याओं की जो समाचार आते हैं वो गरीबों के बीच में से, किनारे पर रहने वाले लोगों में से नहीं आते हैं, वो बड़े बड़े फिल्मी सितारों, बड़े बड़े धनी लोगों के बीच में से ऐसे समाचार आते हैं। അവർക്ക് ധനമുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാ പെരുമ ഉണ്ട്, എല്ലാം ഉണ്ട്, കൂട്ടുകാരുണ്ട്, വലിയ വീടുകളുണ്ട്, കാറുകളുണ്ട്, എല്ലാ സ്വത്തുകളുണ്ട്, ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു?
ऐसे लोग, उनके पास में काफी पैसा है, बैंक खाता है, सब कुछ है कहने को, लेकिन फिर भी वो आत्महत्या क्यों कर रहे हैं? അവർക്ക് സ്വസ്ഥതയില്ല, അവർക്ക് സമാധാനമില്ല, നാളെയെക്കുറിച്ച് അവർക്ക് ഒരു പ്രത്യാശയില്ല, ഒരു പ്രതീക്ഷയില്ല. उनके अंदर चैन नहीं है, शांति नहीं है, कल के बारे में कोई उम्मीद नहीं है, कोई आशा नहीं है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുമ്പിൽ ഇതൊക്കെ കാണുമ്പോൾ ഇന്ന് നമ്മൾ ഈ കിടന്ന് ഓടുന്നത് എന്തിനാണ്? ഹല്ലേലൂയ! ഇതൊക്കെ കിട്ടിയത് കൊണ്ട് സ്വസ്ഥതയും സമാധാനവും കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് നിരാശയോടുകൂടി ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് ഇതൊന്നുമില്ലെങ്കിലും സ്വസ്ഥതയോടുകൂടി ഒരു ദിവസം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിഞ്ഞാൽ. मेरे भाई और बहनों, ये सब देखने और सुनने के बाद भी हम इन सारी चीजों के पीछे भागदौड़ क्यों करते हैं? क्या हमें लगता है कि भागदौड़ करने के बाद में, ये सारी चीजें मिलने के बाद में चैन और आराम मिल जाएगा? नहीं, अगर ये सब न में मिले तो भी सबसे अच्छा ये है कि हम इस धरती पर एक दिन चैन से, आराम से, शांति से बिता पाए। ഭാര്യയോടുകൂടെ, ഭർത്താവിന്റെ കൂടെ, അപ്പന്റെ കൂടെ, അമ്മയുടെ കൂടെ, മക്കളുടെ കൂടെ ഒരു നേരത്തെ ചെറിയൊരു ആഹാരം കഴിച്ച് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുവാൻ കഴിയുമെങ്കിൽ സഹോദര സഹോദരി, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നീയാണ്, ഭാഗ്യവതി നീയാണ്. पति के साथ में, पत्नी के साथ में, माँ बाप के साथ में, बच्चों के साथ में एक समय का खाना खाकर अगर आप चैन से वो दिन गुजार पाते हैं, चैन से अगर सो पाते हैं, तो मेरे भाई, मेरी बहन, आप इस दुनिया के सबसे बड़े सौभाग्यशाली व्यक्ति हैं। ദൈവത്തിന്റെ വചനത്തിൽ ആസാഫിന്റെ പ്രാർത്ഥന നമ്മൾ കേട്ടു. സ്വർഗത്തിൽ അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുള്ളൂ, ഈ ഭൂമിയിലും അങ്ങയല്ലാതെ ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല. परमेश्वर के वचन में हमने आसाफ की प्रार्थना को सुना कि हे परमेश्वर, स्वर्ग में मेरा और कोई नहीं है, और इस धरती पर भी हम तेरे अलावा और कुछ नहीं चाहते। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമി വിട്ടു പോകേണ്ടവരാണ് എന്നെ കേൾക്കുന്ന നമ്മളെല്ലാവരും. मेरे भाइयों, मुझे सुनने वाले हम सबको आज नहीं तो कल एक दिन ये धरती छोड़ के जाना है। ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ മുതൽ ഇപ്പൊ ഈ രാത്രി വരെ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഭൂമിയിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിച്ചത്. आज सुबह जागने से लेकर इस समय तक हमारे मन में जितने भी विचार चले, वो किससे जुड़े थे? इस धरती पर हमारी जो चीजें, हमारी जो जरूरतें हैं, उससे जुड़े विचारों के बारे में। എന്തിനെക്കുറിച്ചെങ്കിലും ഭാരപ്പെട്ടെങ്കിൽ, എന്തിനെക്കുറിച്ചെങ്കിലും നിരാശപ്പെട്ടെങ്കിൽ, എന്തിനെക്കുറിച്ചെങ്കിലും സന്തോഷിച്ചെങ്കിൽ, എന്തിനെക്കുറിച്ചെങ്കിലും ഭയപ്പെട്ടെങ്കിൽ, അതൊക്കെയും ഈ ആകാശത്തിന്റെ കീഴിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. अगर किसी बात के बारे में बोझ हमारे दिल में आया, किसी की बात के बारे में अगर हम खुश हुए, किसी बात के बारे में अगर हमें डर लगा या हमें चिंता महसूस हुई, तो वो सब सिर्फ उन चीजों के बारे में है जो इस आकाश के नीचे होती हैं। ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം എത്ര കാലമെന്ന് നമ്മളിൽ ആർക്ക് പറയാൻ കഴിയും? ചിലർ ഇന്ന് രാത്രി കൊണ്ട് മരിക്കുന്നവരുണ്ട്, ചിലർ നാളെ കൊണ്ട് മരിക്കുന്നവരുണ്ട്, ചിലപ്പോൾ അടുത്ത വർഷമാകാം. എന്നാണ് നമ്മുടെ കാലാവധി ഈ ഭൂമിയിൽ കഴിയുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. इस धरती पर कौन ये कह सकता है कि हमारी जिंदगी कब तक चलने वाली है? कुछ लोग आज रात को मर सकते हैं, कुछ लोग कल, या फिर कुछ लोग आने वाले साल में कब हमारा जाना होगा, ये इस दुनिया में कोई नहीं जानता। ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി പകലും രാവുമെന്നില്ലാതെ അധ്വാനിച്ച് അലയുമ്പോൾ എന്നെന്നും നിലനിൽക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി നമ്മളിൽ എത്ര പേര് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? इस दुनिया की उस जिंदगी के लिए मेहनत मजदूरी भागदौड़ करने वाले हम लोग, जिसकी एक दिन की भी गारंटी नहीं है, उसकी बजाय हम में से कितने लोग उस दिन के लिए मेहनत करते हैं जो सदा काल के लिए, वो राज्य जो सदा काल के लिए बना रहने वाला है। ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുന്ന നിമിഷം നമ്മളൊരു മറ്റൊരു യുഗത്തിലേക്ക് കടക്കുകയാണ്. അനന്ത യുഗം, ഇറ്റേണൽ നമ്പർ ഓഫ് ഇയേഴ്സ്, ഇൻഫിനൈറ്റ് ടൈം. ഇറ്റ് കുഡ് ബി ഇൻ ഹെൽ ഓർ ഇറ്റ് കുഡ് ബി ഇൻ ഹെവൻ. इस धरती से जाते ही हम एक नए युग में प्रवेश करेंगे, और वो अनंत वर्षों तक, हमेशा हमेशा के लिए रहने वाला समय है, और वो समय हो सकता है चाहे नरक में हो या स्वर्ग में हो। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാനിപ്പോ ഇംഗ്ലണ്ടിൽ ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് മിതമായിട്ടുള്ള, എനിക്ക് മതിയായ വിദ്യാഭ്യാസമുണ്ട്, ഒരു നല്ല ജോലിയുണ്ട്, ദൈവം എനിക്ക് ജീവിത സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല എന്റെ വിഷയം. എന്റെ വിഷയം ഇത് മാത്രമാണ്: എന്റെ മരണത്തിന്റെ ശേഷം ഞാൻ എവിടെയായിരിക്കുമെന്നുള്ളതാ. मेरे भाइयों, मैं इस समय इंग्लैंड में बैठकर आपसे बात कर रहा हूँ। मेरे पास ठीक ठाक पढ़ाई लिखाई है, अच्छी नौकरी प्रभु ने दी है, अच्छा माहौल, अच्छी परिस्थितियां प्रभु ने दी है, लेकिन मेरे लिए इनमें से कुछ भी महत्वपूर्ण नहीं है। मेरे लिए सबसे महत्वपूर्ण ये है कि यहाँ से जाने के बाद मेरा क्या होगा, मैं कहाँ रहूंगा। കാരണം ഇവിടെ എന്റെ കയ്യിലുള്ളത് ഒന്നും ഗ്യാരണ്ടി എനിക്കില്ല. ഏത് നിമിഷവും ഇത് വിട്ട് ഞാൻ പോകേണ്ടവനാണ്.
क्योंकि यहाँ इस समय मेरे हाथ में जो कुछ है उसमें से किसी भी बात की गारंटी नहीं है, किसी भी पल मुझे ये सब छोड़ के जाना पड़ेगा। പക്ഷെ ഒരു കാര്യത്തിലുള്ള ഗ്യാരണ്ടി എന്നു ചോദിച്ചാൽ എന്റെ മരണത്തിന്റെ ശേഷം എനിക്കൊരു ജീവിതം കാത്തിരിക്കുന്നു. ആ കാത്തിരിക്കുന്ന ജീവിതം അൺലിമിറ്റഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, ഇൻഫിനിറ്റ് ടൈം ആണ്. पर एक बात की गारंटी है कि मेरे मरने के बाद में जो जिंदगी मेरा इंतजार कर रही है वो असीम है, उसके साल खत्म नहीं होंगे, वो जिंदगी सदा तक रहने वाली है। ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ അതിനെക്കുറിച്ചാണ് ധാരാളമായി ചിന്തിക്കുന്നത്. കാരണം ഈ ഭൂമിയിൽ ഉണ്ടോ ഇല്ലയോ അത് കുറച്ചു കാലം കഴിയുമ്പോൾ ഇല്ലാതാകും. ഇറ്റ് ഇസ് ഇമ്മെറ്റീരിയൽ, ഡസന്റ് മാറ്റർ വെദർ ഐ ഹാവ് ഓർ വെദർ ഐ ഹാവന്റ്. വാട്ട് മാറ്റേഴ്സ് ഈസ് ദിസ്, വൺസ് ഐ ലീവ് ദിസ് earth, where will I end up my life? एक बुद्धिमान व्यक्ति उस दुनिया के बारे में, उस जिंदगी के बारे में ज्यादा सोच विचार करेगा, क्योंकि उसको पता है कि इस दुनिया में चाहे मेरे पास कुछ हो या चाहे ना भी हो, ये सिर्फ कुछ समय का है, इससे कोई फर्क नहीं पड़ता मेरे पास क्या है और क्या नहीं है। महत्वपूर्ण ये है कि जब मैं यहाँ से जाऊंगा तब मैं कहाँ जाऊंगा। അതുകൊണ്ടാണ് ഒരു വലിയ ഭക്തനായ ജോനാഥാൻ എഡ്വേർഡ് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. और इसीलिए प्रभु के एक बड़े भक्त जोनाथन एडवर्ड ने इस तरह की प्रार्थना की। അവൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, അദ്ദേഹം ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ലോർഡ് സ്റ്റാമ്പ് ഇറ്റേണിറ്റി ഓൺ മൈ ഐബോൾസ്, എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയിൽ നിത്യത എന്ന് ഒന്ന് എഴുതി തരണമേ. उन्होंने ये प्रार्थना की कि प्रभु मेरी आंखों की पुतली पर अनंत जीवन की मोहर लगा। അതുകൊണ്ട് ഞാൻ കണ്ണു തുറന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം കാണേണ്ടത് നിത്യത എന്ന വാക്കാണ്. ताकि मैं जब आंखें खोलूं तो सबसे पहले मुझे वो अनंत जीवन शब्द नजर आए। ലോകത്തിലുള്ള ഏതെങ്കിലും കണ്ട് ഞാൻ ആഗ്രഹിച്ച് അതിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അത് കാണുന്നതിന് മുമ്പേ ഞാൻ കാണേണ്ടത് നിത്യത എന്ന വാക്കാണ്. इस दुनिया की किसी भी चीज को देखकर जब मैं उसकी ओर खींचा चला जाता हूँ, आकर्षित होता हूं, तो उससे पहले मुझे अनंत जीवन शब्द की ओर खींचना है। ഈ ലോകത്തിന്റെ ഏതെങ്കിലും മനോഹരമായ അവസ്ഥ എന്നെ ചതിക്കുന്നതിന് മുമ്പ്, വഞ്ചിക്കുന്നതിന് മുമ്പ്, ആകർഷിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഞാൻ കാണേണ്ടത് എനിക്കൊരു നിത്യതയുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങണമെന്നുള്ളതാണ്. इस दुनिया की किसी भी चीज के आकर्षण में, बहकावे में या धोखे में आने से पहले मुझे ये सोचना है कि मेरा एक अनंत जीवन है, मुझे उसकी ओर जाना है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഇത് തന്നെ ആയിരിക്കണം. കർത്താവേ ഹല്ലേലൂയ, ഇന്നത്തെ ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിടുന്നുവെങ്കിൽ, ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മാറ്റപ്പെടുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ അടുത്ത് എത്തുമോ ഇല്ലയോ? मेरे भाइयों, हमारी प्रार्थना में भी यही बात होनी चाहिए कि प्रभु अगर मैं आज इस दुनिया से विदा होता हूं तो क्या मैं आपके पास पहुंच पाऊंगा या नहीं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതല്ല ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടില്ല എങ്കിൽ തന്നെയും കർത്താവിന്റെ കാഹളം ധ്വനിച്ച് കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ ഇന്നത്തെ രാത്രി വരികയാണെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സഭയോടുകൂടി എടുക്കപ്പെടുമോ? या नहीं, अगर मेरी मौत नहीं होती है तो परमेश्वर के जनों, अगर आज रात प्रभु के वापसी का समय होता है, अगर वो आज उसके आने के लिए तुरही फूंकी जाती है, तो क्या मैं उसके साथ उठाया जाऊंगा या नहीं। ഇത് രണ്ടും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഞാനും നിങ്ങളും. इन दोनों में से कोई एक अगर होना है तो मुझे और आपको परमेश्वर के वचन के अनुसार जीने वाला व्यक्ति बनना होगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വിഷയങ്ങൾ എന്താണ് ആദ്യം? मेरे भाइयों, आप वफादारी से, सच्चाई से एक बार सोच कर देखिए कि आप जब प्रार्थना करते हैं तो आप किस तरह के शब्दों का इस्तेमाल करते हैं। നിങ്ങൾ ഏറ്റവും കൂടുതൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണ്? आप सबसे ज्यादा रो रो कर किस विषय के लिए दुआ करते हैं। നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണ്? आप उपवास लेकर प्रार्थना जो करते हैं वो किस विषय के लिए करते हैं। ഈ വിഷയങ്ങളുടെ എല്ലാം ഉത്തരം ദൈവം തന്നെന്ന് പറഞ്ഞാലും എത്ര നാള് നമ്മളത് ഉപയോഗിക്കും, ആസ്വദിക്കും? अगर उन सारे विषयों का, अगर उन सारी प्रार्थनाओं का उत्तर प्रभु दे भी देता है तो कितने समय तक हम उसका आनंद ले पाएंगे, उसका लाभ उठा पाएंगे। ഞാനൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും കർത്താവിന്റെ സന്നിധിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നമ്മളെ സംബന്ധിച്ച വിഷയങ്ങളാണ്, നമ്മുടെ ആവശ്യങ്ങളാണ്. मेरे भाइयों, हम सब जब प्रभु के सामने आकर बैठते हैं, परमेश्वर से जब हम दुआ करते हैं तो हम मुझसे जुड़ी बातें, हमसे जुड़ी बातें, हमारी खुद की जरूरतों से जुड़ी बातें हम प्रभु के सामने प्रार्थना करते हैं। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഒരാവശ്യങ്ങളും ഈ ഭൂമിയിലില്ല, എല്ലാം നമുക്ക് മതിയോളം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പേര് ദൈവത്തെ ഓർക്കും?
आपसे एक बात अगर मैं पूछूं, अगर हमारे पास सब कुछ है, हमारी जरूरतों के लिए जो कुछ चाहिए वो सब कुछ बहुतायत से अगर हमारे पास में है, तो हम में से कितने लोग परमेश्वर से प्रार्थना करेंगे? നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആ ഇളയ മകനെ കുറിച്ച്, ലോകം മുഴുവനും മുടിയനായ പുത്രൻ എന്ന് വിളിക്കുന്ന ആ ഇളയ മകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. लूका का सुसमाचार 15वें अध्याय में हम उस छोटे बेटे के बारे में पढ़ते हैं जिसको पूरी दुनिया उड़ाऊ पुत्र कहती है। അവൻ പിതാവിന്റെ അടുക്കലേക്ക് വന്നത് എന്തിനാണെന്നറിയാമോ? ഇത്രയും നാൾ നീ എന്നെ വളർത്തിയതിന് നന്ദി, നീ എനിക്ക് ചെയ്തു തന്നതിന് നന്ദി, നീ എന്നെ സ്നേഹിച്ചതിന് നന്ദി എന്ന് പറയുവാനല്ല അവൻ അപ്പന്റെ അടുക്കലേക്ക് വന്നത്, എനിക്ക് തരാനുള്ളത് ഇങ്ങി താ എന്ന് പറയാൻ. वो पिता के पास में ये कहने के लिए नहीं आया था कि पिता तूने मुझे इतने साल तक पाल पोस कर बड़ा किया उसके लिए धन्यवाद, तूने मुझसे प्रेम किया इसलिए धन्यवाद, तूने मुझे संभाला इसलिए धन्यवाद। नहीं नहीं, वो ये कहने आया था कि जो कुछ मेरा हिस्सा है उसे तू मुझे दे दे। അവന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? പിതാവിന്റെ അടുക്കൽ നിൽക്കാതെ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയി. अपना हिस्सा मिलते उसने क्या किया? वो पिता के साथ नहीं रुका, अपनी मर्जी के लिए पिता को छोड़ के चला गया। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തേക്ക് പിന്നെ സഭയിലേക്ക് നമ്മൾ പോകത്തില്ല. मेरे भाइयों और बहनों, कुछ बातों के लिए जब हम प्रार्थना करते हैं उसका उत्तर जब प्रभु हमें दे देता तो फिर अगले 6 महीने तक हम कलीसिया में मुंह तक नहीं दिखाते। കാരണം നമുക്ക് ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത കാര്യങ്ങൾ ചോദിക്കാറാകുമ്പോഴത്തേക്ക് ദൈവത്തെ മതിയല്ലോ. क्योंकि जो मांगा था वो तो मिल गया, अब अगली किसी बात की जरूरत पड़ेगी तो प्रभु से मांगने के लिए मैं चला जाऊंगा। നമ്മൾ ആ കേട്ട മകനെ കുറിച്ച് നോക്കിക്കേ, അവൻ ഒന്നുമില്ലാതെ പന്നിയുടെ കൂട്ടിൽ പോയി കിടന്ന് പന്നി തിന്നുന്നത് തിന്നു കഴിഞ്ഞപ്പോൾ അവന് വീണ്ടും പിതാവിന്റെ ആവശ്യം വന്നു, അതുകൊണ്ട് അവൻ അവിടേക്ക് മടങ്ങി വന്നു. उस छोटे वाले बेटे के बारे में सोच कर देखिए जिसके बारे में अभी हमने बताया। वो जाता है, सब कुछ अपना बर्बाद कर देता है, कंगाल हो जाता है, सूरों के साथ में जाकर उनकी फलियां खाता है। वो भी जब खत्म हो जाती है तो पिता के पास में फिर वापस पहुंचता है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതൊക്കെ പഠിപ്പിക്കുന്നത് നമ്മളുടെ സ്വഭാവത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. നാം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു. मेरे भाइयों, ये सारी बातें हमें हमारे स्वभाव को दिखाती हैं। ये दिखाती हैं कि हम खुद से बहुत प्रेम करते हैं। നമ്മൾ ഒത്തിരി സെൽഫ് സെന്റേർഡ് ആണ്. हम बहुत ज्यादा खुद पर केंद्रित हैं। നമ്മൾ പലപ്പോഴും പറയും, ഞാൻ ദൈവസന്നിധി പറയും, ഞാൻ മണ്ടനാണ്, ഞാൻ പൊട്ടനാണ്, ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്, ഞാൻ കഴുതയാണെന്നൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് പറയാറുണ്ട്. हम बहुत बार जब प्रभु के सामने प्रार्थना करते हैं तो बहुत बार हम ये कहते हैं कि मैं बुद्धू हूं, मैं बावला हूं, मेरे अंदर बुद्धि नहीं है, मैं बस बिल्कुल निकम्मा हूं। നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ടെ ആരെങ്കിലും ഒരാൾ നമ്മളെ മണ്ടാന്നോ കഴുതയെന്നോ ബുദ്ധിയില്ലാത്തവനെന്ന് വിളിച്ചേ നമ്മുടെ സ്വഭാവം മാറുന്നത് കാണും. उस प्रार्थना को खत्म करने के बाद बाहर निकलते ही अगर कोई हमें बुद्धू कहता है, अगर कोई हमें बावला कह दे, अगर कोई हमें गधा कह दे तो हमारा हिसाब किताब बदल जाता है। അപ്പൊ നമ്മൾ എന്തായിരുന്നു ദൈവസന്നിധിയിൽ പറഞ്ഞത്? നമ്മൾ പറഞ്ഞതൊക്കെ വെറും കപടം മാത്രമായിരുന്നു. तो फिर हमने प्रभु की उपस्थिति में क्या बोला? यानी इसका मतलब जो कुछ हम बोल रहे थे वो सब तो पाखंड था। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ സ്വാർത്ഥത നമ്മളിൽ നിന്നും മാറുവാനാണ് കർത്താവ് പ്രാർത്ഥനയിൽ ആദ്യത്തെ നിബന്ധന വെച്ചത്. ഹല്ലേലൂയ, നീ നിന്നെ കുറിച്ചല്ല പറയേണ്ടത്, നിന്നെ സൃഷ്ടിച്ച നിന്റെ കർത്താവിന്റെ നാമം മഹിമപ്പെടുവാനായിട്ട് പറയണം. मेरे भाइयों, इसी स्वार्थ को हमसे दूर करने के लिए प्रभु अपनी प्रार्थना में हमें ये दिखाता है कि जब प्रार्थना तू शुरू करता है तो खुद के बारे में नहीं, पहले तुझे रचने वाले सृष्टिकर्ता की महिमा के बारे में तुझे प्रार्थना करनी है। God created in this universe everything to be centered in him. परमेश्वर ने इस ब्रह्मांड में सब कुछ इसलिए बनाया ताकि सब कुछ उस पर केंद्रित रहे। നിങ്ങൾ ചുറ്റുപാടും ആകാശത്തിലേക്കൊന്ന് നോക്കിക്കേ, എത്രയെത്ര നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട്, എന്ത് പ്ലാനറ്റുകളുണ്ട്, എന്തെല്ലാം ഉണ്ട് ചുറ്റുപാടുകളിലുണ്ട്. ഈ മലകളെയും കുന്നുകളെയും നോക്കിക്കേ, ഈ കാലാവസ്ഥകളെ നോക്കിക്കേ, ഇതെല്ലാം എത്ര ഭംഗിയായിട്ട് അതാത് സമയത്ത് എത്ര ഭംഗിയായിട്ട് ഓരോ ദിവസവും നടന്നു വരുന്നു. आप आकाश की ओर देखिए, कितने सारे तारे हैं, ग्रह नक्षत्र हैं। आप अपने आसपास चारों ओर नजर दौड़ाइए, पहाड़ियों को देखिए, ये मौसमों को देखिए, सब कुछ अपने अपने समय पर कितने खूबसूरत तरीके से होते जा रहे हैं। കാരണം എന്തെന്നറിയാമോ? അതിനൊക്കെയും ദൈവം ഒരു കാലാവധി വെച്ചു, അതിനൊരു കാലഗതി വെച്ചു. നക്ഷത്രങ്ങൾക്കും ഗോളങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ഓരോ ഓർബിറ്റുകൾ, ഭ്രമണപഥങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. കാലം തെറ്റാതെ ഈ നൂറ്റാണ്ടുകളിലൊക്കെയും ഈ സഹസ്രാബ്ദങ്ങളിലൊക്കെയും തങ്ങളെ ആക്കി വെച്ചിടത്ത് അനുസരണയോടുകൂടി ദൈവത്തിന് കീഴടങ്ങി അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു.
और इसका कारण ये है कि परमेश्वर ने इन सभी के लिए एक काल, एक समय, एक क्रम ठहराया है। जितने ग्रह, उपग्रह, नक्षत्र परमेश्वर ने बनाए हैं, उनकी एक कक्षा ठहराई है। इसीलिए इतनी सदियां बीतने के बाद भी ये अपनी अपनी जगह पर बने हुए हैं, परमेश्वर की अधीनता में चल रहे हैं। ദൈവം പറഞ്ഞിരിക്കുന്ന നിബന്ധനകളിൽ പ്രമാണങ്ങളിൽ ആര് നിൽക്കുന്നുവോ അവരുടെ ജീവിതം മനോഹരമായിരിക്കും. जो कोई परमेश्वर की शर्तों पर, उसकी इच्छा पर बना रहता है, उसकी जिंदगी खूबसूरत होती है। നിങ്ങളൊന്ന് നോക്കിക്കേ, സമുദ്രത്തിന്റെ അറ്റത്ത് ദൈവം ഒരു വര വരച്ചിട്ട് കടലിനോട് പറഞ്ഞു, ഓളങ്ങളോട് തിരമാലകളോട് പറഞ്ഞു, ഈ വരയ്ക്ക് ഇപ്പുറത്ത് വരരുതെന്ന് പറഞ്ഞു. അതെല്ലാം തിരമാലകൾ കേൾക്കുന്നില്ലേ? അതാത് കാലങ്ങളിൽ മഴ വരാൻ വരുമ്പോൾ മഴ വരുന്നു, ചൂട് വരുന്നു, വേനൽക്കാലത്തിന് വേനൽക്കാലം വരുന്നു, വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകണമെന്ന് പറഞ്ഞത് ഒഴുകുന്നു, പകൽ സൂര്യൻ വരണമെന്ന് പറഞ്ഞ് സൂര്യൻ വരുന്നു. ഇതെല്ലാം ദൈവം എന്തൊക്കെ പറഞ്ഞിരിക്കുന്നുവോ അതെല്ലാം അക്ഷരികമായി അക്ഷരം പ്രതി അവർ ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ട് എല്ലാം മനോഹരമായി നടക്കുന്നു. आप सोच कर देखिए, परमेश्वर ने समंदर को बनाया और समंदर के किनारे पर एक रेखा खींचकर लहरों को आदेश दिया, पानी को आदेश दिया कि तू उससे इधर मत आना। क्या वो परमेश्वर की आज्ञा को नहीं मानता है? परमेश्वर ने गर्मी के समय पे गर्मी होती है, सर्दी के समय पे सर्दी होती है, बारिश के समय पे पानी आता। आप देखिए, जो कुछ जैसे परमेश्वर ने ठहराया, वो सब कुछ अपने अपने समय पर बिल्कुल सही तरीके से उसकी अधीनता में काम करता है। ലോകത്തിലെ മൃഗങ്ങളോട്, ലോകത്തിലെ പക്ഷികളോട് അതിന്റെ ആഹാരത്തിന് വേണ്ടി അത് കൂടുണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന്, അത് ഏത് ദേശത്ത് പാർക്കണമെന്ന്, എങ്ങനെ പാർക്കണമെന്ന്, ഇതൊക്കെ ദൈവം കൽപ്പിച്ചതുപോലെ അവയൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. दुनिया के पशुओं को देखिए, दुनिया के पक्षियों को देखिए, उनको कहाँ रहना है, किस तरह से अपना बाड़ा या फिर किस तरह से घोंसला बनाना है, क्या खाना है, कहाँ रहना है, जो कुछ परमेश्वर ने कहा वो उसी के अनुसार करते आ रहे हैं। എന്നാൽ സ്വന്തം സാദൃശ്യപ്രകാരം അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മനുഷ്യനെ അവൻ ഉണ്ടാക്കി. മനുഷ്യനോട് പറഞ്ഞു, നീ എന്നെ കേൾക്കണം, നീ എന്നെ നിന്റെ ജീവിതത്തിൽ ആദ്യമായി വെക്കണം, നീ എന്നെ അനുസരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല. लेकिन जिस मनुष्य को उसने अपने स्वरूप में बनाया, जिस मनुष्य से उसने सबसे ज्यादा प्रेम किया, उससे कहा कि तू मेरी आज्ञा को मानना, तू मेरे कहे हुए के अनुसार चलना। लेकिन मनुष्य ने कहा नहीं, मुझसे नहीं हो सकता। എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയതുപോലെ, ഈ ഗോളങ്ങൾ ഉണ്ടാക്കിയതുപോലെ, ഈ പ്ലാനറ്റുകൾ ഉണ്ടാക്കിയതുപോലെ വേണമെങ്കിൽ മനുഷ്യനെയും ദൈവത്തിന് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ മനുഷ്യന് ഇതിലെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി ദൈവം ഒന്ന് ചെയ്തു, ഒരു ഫ്രീ വില്ല് കൊടുത്തു. मेरे भाइयों, जैसे परमेश्वर ने ग्रहों को, नक्षत्रों को बनाया, जैसे परमेश्वर ने अलग अलग चीजों को बनाया, बिल्कुल उसी तरह से वो मनुष्य को भी बना सकता था। लेकिन इन सब से बिल्कुल अलग मनुष्य को उसने बनाया और उसने एक स्वतंत्र इच्छा उसके अंदर दी। കാരണം എന്തെന്നറിയാമോ? ടു ബി ഹോളി ഈസ് എ ഫ്രീ വിൽ, ഫ്രീ ചോയ്സ് ആണ്. നമുക്കൊരു ചോയ്സ് തന്നിരിക്കുകയാണ്. ദൈവത്തെ അനുസരിക്കണമോ അനുസരിക്കണ്ടായോ, നല്ലത് തിരഞ്ഞെടുക്കണമോ തിരഞ്ഞെടുക്കണ്ടയായോ, ദൈവത്തിന്റെ പിന്നാലെ പോകണമോ പോകണ്ടായോ, നമുക്ക് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരു ഫ്രീ വില്ല് തന്നിരിക്കുക. परमेश्वर ने हमें एक आजादी दी, चुनने की आजादी। पवित्र रहना वो एक हमारे लिए चुनने की आजादी है। हम अच्छे को चुने या बुरे को चुने, इसके लिए परमेश्वर ने हमें आजादी दी है। हमें परमेश्वर को चुनना है या किसी और को, उसकी आजादी परमेश्वर ने हमें दे रखी है। അനുസരിക്കുന്നവർക്ക് ദൈവമഹത്വത്തെ കാണാനായിട്ട് പറ്റും. ആര് തങ്ങളുടെ ജീവിതത്തെ, തങ്ങളുടെ കുടുംബത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, മുമ്പേ നമ്മൾ വായിച്ചതുപോലെ നിന്റെ ഇഷ്ടം മാത്രം എന്നിൽ മതി എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. അവരുടെ ഭാവി ദൈവം നിയന്ത്രിക്കും. അവരുടെ ആവശ്യങ്ങൾ ദൈവം നടത്തിക്കൊടുക്കും. അവരെ തൊടുവാൻ ദുഷ്ടപിശാചിനെയും ശത്രുവിനെയും അനുവദിക്കത്തില്ല. അവരുടെ ഭാവിയിൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെയും അതാത് സമയങ്ങളിൽ ദൈവം കൊടുത്തുകൊണ്ടിരിക്കും. जो परमेश्वर की आज्ञा को मानता है, उसकी जिंदगी में परमेश्वर की महिमा प्रकट होती है। और जैसे पहले हमने देखा, जो अपने आप को, अपनी जिंदगी को, अपने परिवार को परमेश्वर के सामने समर्पित करते हुए ये कहता है कि प्रभु तेरी इच्छा के अनुसार मुझे चला, उसकी जिंदगी में परमेश्वर आशीषों को देता है, उसकी जरूरतों को पूरा करता है, उसके भविष्य में आने वाली जरूरतों को समय समय पर परमेश्वर पूरा करता है, और कोई शैतान उसके नजदीक परमेश्वर आने नहीं देता। ലോകത്തില് ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായ പാപം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ! സ്വാർത്ഥത മൂലം, പ്രൈഡ് മൂലം ഉണ്ടായ പാപമാണ്. आपको पता है, इस दुनिया में, इस ब्रह्मांड में आया सबसे पहला पाप कौन सा था? वो स्वार्थ के कारण, घमंड के कारण आया पाप था। കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണ്. പ്രൈഡ് അല്ലെങ്കിൽ സ്വാർത്ഥത അല്ലെങ്കിൽ ഞാനെന്ന ഭാവം, അഹന്ത, അതാണ് പാപത്തിന്റെ മൂലകാരണം.
परमेश्वर के आने में अगर देरी हो तो अगली क्लास में हम उसके बारे में सीखेंगे, घमंड के बारे में, या स्वार्थ, या फिर अहम, या फिर मैं कुछ हूं का भाव। നമ്മൾ തകരുന്നതിന്റെ കാരണം നമ്മുടെ അഹന്തയാണ്, നമ്മുടെ പ്രൈഡാണ്. നമ്മുടെ കുടുംബം തകരുന്നതിന്റെ കാരണം നമ്മുടെ പ്രൈഡാണ്. നമ്മുടെ സഭ തകരുന്നതിന്റെ കാരണം നമ്മുടെ പ്രൈഡാണ്. हमारी बर्बादी का कारण हमारा घमंड या अहम है, हमारे परिवार के टूटने का कारण हमारा घमंड या अहम है, हमारी कलीसिया के टूटने का कारण हमारा घमंड या अहम है। രാജ്യങ്ങളോട് എതിർക്കുന്നതിന്റെ കാരണം ഈ അഹന്തയാണ്. കൂട്ടുകാർ തമ്മിൽ ശത്രുക്കളാകുന്നതിന്റെ കാരണം ഈ അഹന്തയാണ്. ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ചെയ്യുന്നതിന്റെ കാരണം ഈ സ്വയം അഹന്തയാണ്. എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ, ദൈവദാസന്മാർ തമ്മിൽ അകലുന്നതിന്റെ കാരണം ഈ അഹന്തയാണ്. ഇത് ഹല്ലേലൂയ ശത്രു കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അപകടകരമായ ശത്രുവിന്റെ ആയുധമാണ്. एक देश के दूसरे देश से टकराव का कारण अहम है, पासवानों के बीच में आपसी टकराव का कारण ये अहम या घमंड है, दोस्तों के बीच में दूरी का कारण ये घमंड है, पति पत्नी के बीच में जो तलाक होता उसका कारण ये अहम है, और ये शत्रु शैतान द्वारा लाया गया सबसे बड़ा एक औजार है। അതായത് എനിക്ക് ദൈവം തരാത്ത ഒരിടത്ത് ഞാൻ എത്തണമെന്ന് ആഗ്രഹിക്കുക, ദൈവം എന്നെ അനുവദിക്കാത്തതൊന്ന്, ദൈവം എനിക്ക് തരാത്തതൊന്ന് ഞാൻ ആഗ്രഹിക്കുക, ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത് പോരാ, ഇതിനേക്കാൾ അപ്പുറം എനിക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് വരിക. ഇതൊക്കെ അഹന്ത അല്ലെങ്കിൽ പ്രൈഡിന്റെ വിവിധ രൂപങ്ങളാണ്. परमेश्वर ने मुझे जो नहीं दिया है उसकी इच्छा मेरे अंदर आती है, या फिर परमेश्वर ने जितना मुझे दिया है उतना मेरे लिए काफी नहीं है, मुझे उससे भी बढ़कर चाहिए, मुझे उससे भी आगे बढ़ना है। ये जो बात है वो अहम या फिर घमंड है जो हमें उससे दूर करता है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് വളരെ ആഴമായി നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരു വലിയ വിഷമാണ്, ഒരു പോയിസനാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുക. मेरे भाइयों, ये इसे बड़ी गहराई से हमें सीखने की, समझने की जरूरत है। अगर इसे हम अपनी जिंदगी से अलग कर दें तो एक बड़ा जहर, एक विष हमारी जिंदगी से दूर हट जाएगा। എന്റെ സ്വാർത്ഥതയിൽ നിന്ന് എനിക്ക് എങ്ങനെ മോചനമുണ്ട്? എന്റെ പ്രൈഡിൽ നിന്ന്, എന്റെ അഹന്തയിൽ നിന്ന് എനിക്ക് എങ്ങനെ മോചനമുണ്ട്? ഈ പ്രൈഡ് എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ മാറ്റുവാൻ കഴിയും? കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. मैं अपने स्वार्थ से कैसे छूट सकता हूँ, मैं अपने घमंड से कैसे छुटकारा पा सकता हूँ, मैं अपनी जिंदगी से स्वार्थ को कैसे दूर कर सकता हूँ। अगर प्रभु चाहे तो अगली क्लास में हम इसके बारे में सीखेंगे। നമ്മളിൽ ചിലർ വിചാരിക്കുന്നുണ്ടാകാം എന്നിൽ ഈ അഹന്തയില്ല, പ്രൈഡില്ല എന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ പ്രൈഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. हम में से कईयों को लगता होगा कि मेरी जिंदगी में कोई घमंड नहीं है, पर परमेश्वर के वचन को जब हम पढ़ेंगे, सीखेंगे, तो हमें समझ में आ जाएगा कि हमारी जानकारी के भी बिना हमारे दिल की गहराइयों के अंदर ये घमंड बसा हुआ है। നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കട്ടെ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. हमारी प्रार्थना इस तरह से होने पाए, हे हमारे पिता तू जो स्वर्ग में है, तेरा नाम पवित्र माना जाए। നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി, നമ്മുടെ ശുശ്രൂഷകളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച്, സ്വർഗത്തിൽ അങ്ങ് മാത്രമേ എനിക്കുള്ളൂ, ഈ ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുന്ന നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് അതുവരെ ഇല്ലാത്ത മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുവാൻ തുടങ്ങും. अपनी जिंदगी में जब हम परमेश्वर को वो महत्व देते हैं जो हमें देना चाहिए, अपनी व्यक्तिगत जिंदगी में, अपने परिवार में, अपनी सेवकाई में, जब हम परमेश्वर को उसका उचित महत्व देते हैं और हम ये कहते हैं कि प्रभु स्वर्ग में भी तेरे अलावा हमारा और कोई नहीं है, और इस धरती पर भी हम तेरे अलावा और किसी को नहीं चाहते, तो हम जो अपनी जिंदगी में देखना चाहते हैं, परमेश्वर उन आशीषों की ओर हमें बढ़ाने वाला परमेश्वर है। നമുക്ക് കർത്താവിന്റെ സന്നിധി നമ്മുടെ തലകളെ വണക്കാം. हम अपने सिरों को प्रभु के सामने झुकाएंगे। പരിശുദ്ധ പിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ രാത്രിയിലും അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളോട് തന്ന വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തോട് ഇന്നത്തെ രാത്രി വചനം സംസാരിപ്പാൻ തക്കവണ്ണം ഏഴുകളായ ഞങ്ങൾക്ക് സ്വർഗം കൃപ തന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ജനത്തിന്റെ ഹൃദയത്തിൽ ഇത് എഴുതണമേ കർത്താവേ. ശ്രേഷ്ഠമേറിയ, ആഴമേറിയ ഈ ദൈവവചന സത്യങ്ങൾ അവരൊരിക്കലും മറക്കാതെ വണ്ണം അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാൽ हम प्रार्थना करेंगे और समाप्त करेंगे। प्रभु, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए। प्रभु धन्यवाद करते हैं एक और मौका प्रभु इस जीवितों की जमीन पर जिंदा परमेश्वर की आराधना स्तुति करने का, प्रभु जीवित वचन को सुनने का जो आपने मौका दिया, हम आपका धन्यवाद करते हैं। प्रभु धन्यवाद करते हैं आपके दास के लिए जिनके माध्यम से प्रभु एक और बार हमने
परमेश्वर आपके जीवित वचन को सुना प्रभु, हम आपका धन्यवाद करते हैं। अपने आप को, अपनी जिंदगियों को, अपनी सेवकाइयों को, अपने परिवारों को प्रभु हम आपके वचन के सामने समर्पित करते हैं। सुनने वाले सारे भाइयों को, बहनों को, आपके दासों दासियों को हम आपके हाथों में समर्पित करते हैं परमेश्वर। ये वचन हमारी जिंदगी में परमेश्वर बैठ जाए प्रभु, ये वचन हमारी जिंदगी में प्रभु हमारे दिलों की पट्टियों पर लिखा जाए प्रभु, हमारे हर एक कदम में प्रभु ये वचन हमें अगुवाई करने पाए प्रभु। हम प्रार्थना करते हैं कि प्रभु हमारे हर एक काम के द्वारा, हमारी हर एक बोली के द्वारा, हमारे हर एक व्यवहार के द्वारा, हमारे उठने बैठने के द्वारा परमेश्वर केवल आपका नाम पवित्र होने पाए प्रभु, आपका नाम पवित्र माना जाए प्रभु। हमारी हर एक जरूरत से बढ़कर आपका नाम पवित्र होने पाए, हमारे हर एक माहौल से बढ़कर, हमारी परिस्थितियों से बढ़कर प्रभु आपका नाम पवित्र माना जाए प्रभु जी, आपकी महिमा होने पाए प्रभु। हम प्रार्थना करते हैं। आपके सामर्थ्य वचन के लिए धन्यवाद, आपके दास के लिए धन्यवाद, इकट्ठा हुए सभी लोगों के लिए धन्यवाद। सबको बहुत आयत से आशीष दे और आने वाले दिनों में आपकी महिमा के लिए, आपके नाम की पवित्रता के लिए जीने में हमें से हर एक की मदद करें, सहायता करें। सारा आदर, सारी महिमा हम आपको देते हैं प्रभु, यीशु मसीह के नाम से मांगते हैं, आमीन। ആമേൻ ആമേൻ ആശിഷ് का वचन भी बोलिए पास्टर। പിതാവായ അവിടുത്തെ സ്നേഹവും യേശു കർത്താവെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന ബലപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും നടത്തിപ്പും കാവലും കരുതലും ആശ്വാസവും അടിയങ്ങളെല്ലാവരോടും കൂടെ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ ദാസീദാസന്മാരോടും കൂടെ ദൈവത്തിന്റെ സഭയോടുകൂടെ ക്രിസ്തു യേശുവിന്റെ വരവരെ നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ, ആമേൻ। आमेन आमेन। प्रिय लोगों, अनम्यूट करें, हाथ उठाकर हम प्रभु जी का धन्यवाद करेंगे। हालेलुया।